നമസ്തേ. ജനം ഡിബേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഗവർണറുടെ സുരക്ഷാ വീഴ്ചയിൽ ചീഫ് സെക്രട്ടറിയോട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദീകരണം തേടി. വിശദമായ റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം. റിപ്പോർട്ട് ലഭിച്ച ശേഷം കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷയ്ക്ക് വിന്യസിക്കുന്നതിൽ ഉൾപ്പെടെ തീരുമാനമെടുക്കും. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. ഗവർണറുടെ സുരക്ഷയിൽ കേന്ദ്ര സർക്കാർ നടപടി കടുപ്പിക്കുമോ? ബി.ജെ.പി. വക്താവ് അഡ്വക്കേറ്റ് ജയസൂര്യൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എം.കെ. ഹരിദാസ്, കോൺഗ്രസ് വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു, ഇടതുമുന്നണിയുടെ പ്രതിനിധിയും ആർ.എസ്.പി. നേതാവുമായ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഗവർണറുടെ വാഹനം SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് ആക്രമിച്ച സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് പോലീസിന് സംഭവിച്ചത്. പോലീസ് നോക്കി നിൽക്കുമ്പോഴായിരുന്നു വാഹന വ്യൂഹം തടഞ്ഞുള്ള ആക്രമണം. Z+ കാറ്റഗറി സുരക്ഷയുള്ള ഗവർണറുടെ വാഹനം ആക്രമിക്കപ്പെട്ടത് കേന്ദ്ര സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല, പോലീസിൽ നിന്ന് തന്നെ യാത്രാ വിവരങ്ങൾ ചോർന്നതായി കേന്ദ്ര ഇൻ്റലിജൻസ് IB റിപ്പോർട്ട് നൽകിയിരുന്നു. പോലീസിലെ CPM ബന്ധമുള്ള ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോർത്തി നൽകി എന്നായിരുന്നു റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയെ ഏൽപ്പിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇതിന് ശേഷം തീരുമാനം ഉണ്ടാകും എന്നാണ് സൂചന. വീഴ്ചയില്ലെന്ന് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയാലും കേന്ദ്ര സർക്കാർ അത് അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം പോലീസ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞുള്ള റിപ്പോർട്ട് നിലവിൽ IB ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട്. അനിവാര്യമായ ഒരു ഇടപെടലല്ലേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? അഡ്വക്കേറ്റ് ജയസൂര്യൻ. തീർച്ചയായിട്ടും അനിവാര്യവും അതുപോലെ തന്നെ യുക്തവുമായ ഒരു ഇടപെടലാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായി വന്നത്. ഉണ്ടായിരിക്കുന്നത് എന്നതിനേക്കാൾ ഉപരി ആവശ്യമായി വരുന്നതാണ്. കാരണം ഇന്ത്യയിലെ പ്രോട്ടോകോൾ അനുസരിച്ച് 3ാമത്തെ സ്ഥാനമാണ് ഒരു ഗവർണർക്ക് ഉള്ളത്, അത് എല്ലാ അർത്ഥത്തിലും. അപ്പോൾ അത്രയും വലിയ പ്രോട്ടോകോൾ ഉള്ള, അത്രമാത്രം കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി പൊതുസമൂഹത്തിൽ ഇടപെടേണ്ട വ്യക്തിയാണ് ഗവർണർ. അതിന് പ്രത്യേകമായ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. ഒരു ഗവർണർ യാത്ര ചെയ്യുന്ന യാത്രാ മാർഗം 2ഓ 3ഓ മാർഗങ്ങൾ ഒരേ സമയം തന്നെ പോലീസ് കണ്ടെത്തി അതെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗങ്ങളിലൂടെ എപ്പോഴും സഞ്ചരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കി അദ്ദേഹത്തെ കൊണ്ടുപോവേണ്ട ചുമതല പോലീസിനാണ്. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടത് അത്രമാത്രം അതീവ സുരക്ഷയോടുകൂടി യാത്ര ചെയ്യുന്ന അദ്ദേഹത്തിന്റെ മാർഗം കൃത്യമായി പ്രതിയോഗികൾക്ക്, എതിരാളികൾക്ക്, അക്രമികൾക്ക് മനസ്സിലാകുന്ന വിധം അവരുടെ കൈകളിൽ എത്തിയെങ്കിൽ അതിന്റെ അർത്ഥം സുരക്ഷാ ചുമതലയുള്ള പോലീസ് തന്നെ അത് ചോർത്തി കൊടുത്തു എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം സംഭവം നടന്നത് അങ്ങനെ തന്നെയാണ്. 1 തവണ, 2 തവണ, 3ാമത്തെ തവണയും ആവർത്തിച്ചപ്പോഴാണ് ഗവർണർ നേരിട്ട് കാറിന് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഗവർണർ ഈ സുരക്ഷാ സംവിധാനങ്ങളുടെ പിഴവ് മനസ്സിലാക്കിയിട്ട് പോലും അദ്ദേഹത്തിന് പുറത്തിറങ്ങേണ്ടി വന്നത്. അപ്പോൾ ഇത് അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്രം കണക്കിലെടുക്കുകയും ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുകയും ചെയ്യും. അതായത് ഒരു സംസ്ഥാനത്ത് ഗവർണറായിട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിക്ക് മുകളിൽ അധികാരമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം മുഖ്യമന്ത്രിയെ ഇല്ലാതായാൽ ആ സംസ്ഥാനം ഭരിക്കേണ്ടത് ഗവർണറാണ്. മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ തന്നെ ആ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുത്ത് അതിന് ശുപാർശ കൊടുക്കേണ്ടതും ഗവർണറാണ്. ഇതൊക്കെ നമുക്കറിയാം. അത്രമാത്രം അതീവ ഗൗരവമുള്ള സുരക്ഷാ ചുമതല അടക്കമുള്ള ആ ഗവർണറുടെ ഈ യാത്രയെ സംബന്ധിച്ചിടത്തോളം വളരെ ആസൂത്രിതമായ രീതിയിൽ അത് ചോർത്തിക്കൊടുത്ത് അക്രമത്തിന് വിധേയമാക്കുന്ന തരത്തിൽ സംസ്ഥാന ഭരണകൂടം പ്രവർത്തിച്ചു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അറിവോടുകൂടിയാണ് ആക്രമണം ഉണ്ടാകുന്നത്.
എന്ന് ഗവർണർ തന്നെ തുറന്നടിക്കുമ്പോൾ അതിൽ വ്യക്തമാകുന്ന കാര്യം എന്താണ്? അപ്പോൾ ഇവിടെ ഭരണകൂടം നേരിടുകയാണ്. അതായത് ഗവർണർ എന്ന് പറയുന്ന ഭരണകൂട സംവിധാനത്തെ സംസ്ഥാന മന്ത്രിസഭ, മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ഭരണകൂടം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നേരിടുന്ന അത്യപൂർവമായ, ഇതിനു മുമ്പ് ഒരിക്കലും നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിന് കയ്യും കെട്ടി നോക്കിയിരിക്കാനാവില്ല. കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം 28 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനം മാത്രമാണ്. അവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളെ നിസ്സാരവൽക്കരിച്ചാൽ അത് രാജ്യമാസകലം തെറ്റായ ഒരു സന്ദേശം കൊടുക്കും. പ്രോട്ടോകോളിന് ഇത്രയേ വിലയുള്ളൂ എന്ന് വരും. അതുകൊണ്ട് അതീവ ഗൗരവത്തോടു കൂടി കേന്ദ്രം ഇത് കണക്കിലെടുക്കുക തന്നെ ചെയ്യും. ഇനി സംസ്ഥാന പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം ഉണ്ടാവില്ല എന്ന് ബോധ്യമായ സ്ഥിതിക്ക് വേണ്ടി വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര സേനകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കേണ്ടി വരും. പക്ഷെ അത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. കാരണം കേരള പോലീസ് കാണിക്കുന്ന സംയമനമൊന്നും കാണിക്കാൻ കേന്ദ്രസേനയ്ക്ക് ആവശ്യമില്ല. അവര് ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടാകും എന്ന് കണ്ടാൽ ഏതറ്റം വരെയും പോകാൻ മടിക്കാത്തവരാണ് കേന്ദ്രസേന. അതിനാണ് കേന്ദ്രസേനയെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു അതീവ ഗുരുതരവും ഗൗരവമായിട്ടുള്ള ഒരു സംഘർഷത്തിലേക്ക് ഗവർണർ പദവി പോലെയുള്ള ഒരു പദവിയെ അധപ്പതിപ്പിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന് ഭൂഷണമാണോ? ഇത് സംസ്ഥാന ഗവൺമെന്റും അതിന്റെ തലവന്മാരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭരണ തകർച്ച നേരിട്ട് സാമ്പത്തികം തകർന്ന് KSRTC-ക്കാർക്ക് ശമ്പളമില്ലാത്തതുപോലെ നാളെ ഇവിടുത്തെ കേരളത്തിലെ സ്കൂൾ അധ്യാപകർക്കും KSEB-യിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ജീവനക്കാർക്കും ശമ്പളമില്ലാതെ വരുന്ന ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടം മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും അങ്ങനെ പോയി നാണം കെടുന്നതിന് മുമ്പ് എങ്ങനെയാലും ഞങ്ങളെ ഒന്ന് പിരിച്ചുവിട്ടാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ. അപ്പൊ അതിനുള്ള ഒരു കുറുക്കുവഴി അന്വേഷിക്കുകയാണെന്നാണ് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത്. പാപ്പരാകുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സമര പുറകെയായിട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. അതല്ല, അധികാരത്തിൽ ഇരിക്കുകയാണെങ്കിൽ അടുത്ത മാസം ശമ്പളം കൊടുക്കേണ്ടത് എങ്ങനെ? അതുകൊണ്ട് വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയാണെങ്കിലും സുരക്ഷാ കാര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന് നാണക്കേടാണ്, മന്ത്രിസഭയ്ക്ക് നാണക്കേടാണ്, സംസ്ഥാന പോലീസിന് മാനക്കേടാണ്. ഇതൊക്കെ തന്നെ അത്യപൂർവമായ, ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ചരിത്രത്തിലാദ്യത്തെ സംഭവമാണ്. ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കേണ്ട വിഷയവുമാണ്. അഡ്വക്കേറ്റ് ബലദേവ്, സംസ്ഥാനത്തെ പ്രഥമ പൗരന് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു. ഗവർണർ തന്നെ അത് തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് ഈ അക്രമി സംഘത്തെ അയച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് അദ്ദേഹം പല സന്ദർഭങ്ങളിൽ അത് തുറന്ന് പറയുകയും ചെയ്തു. ഒടുവിൽ സഹികെട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കിനി പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല, സുരക്ഷ ആവശ്യമില്ല. കോഴിക്കോട് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ചെയ്തു. നോക്കൂ, ഇപ്പോൾ കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടെയാണ് ഈ സുരക്ഷാ വീഴ്ചയെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ചീഫ് സെക്രട്ടറിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ IB സമഗ്രമായ ഒരു റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഗവർണർക്ക് ഒരുപക്ഷെ നാളെ കേന്ദ്ര സേനയുടെ സുരക്ഷ ഉണ്ടായേക്കാം. കേന്ദ്ര സേന അദ്ദേഹത്തിന് അകമ്പടി സേവിക്കും. അത് നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അത് സംസ്ഥാന സർക്കാരിന്, ഇവിടുത്തെ ഭരണകൂടത്തിന്, അതുപോലെ പോലീസിനൊക്കെ നാണക്കേടല്ലേ അഡ്വക്കേറ്റ് ബലദേവ്? ശ്രീ ജയസൂര്യ വക്കീൽ പറഞ്ഞതുപോലെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളുമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. കേന്ദ്രം BJP ഭരിക്കുന്നത് ഇപ്പോഴത്തെ 7 വർഷവും 8 വർഷവും നേരത്തെ 5-13 വർഷമാണ്. സ്വാതന്ത്ര്യം കിട്ടി നമ്മൾ 10-75 വർഷം കഴിഞ്ഞ്, കൂടുതൽ നാളെ 50 വർഷത്തിൽ കൂടുതലൂടെ ഭരിച്ചത് കോൺഗ്രസ് ആണ്. അന്നും പ്രതിപക്ഷ പാർട്ടികൾ നിരവധി സംസ്ഥാനങ്ങളിൽ ഭരിച്ചിട്ടുണ്ട്. അവിടെ ഇതുപോലെങ്ങും ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഒരു പോര്, ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇത്ര രൂക്ഷമായിട്ടൊരു ഗവൺമെന്റ് പോരുണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. ഇത് കേരളത്തിൽ മാത്രമല്ല, എവിടെയൊക്കെ BJP ഇതര ഗവൺമെന്റ് ഭരിക്കുന്നു, കേരളം, തമിഴ്നാട്, പഞ്ചാബ്, ഡൽഹി, പശ്ചിമ ബംഗാൾ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഗവർണർമാര് അവിടെ വരുന്ന ബില്ലുകൾ തടഞ്ഞു വെക്കുക, ബില്ലുകൾ പ്രസിഡന്റിന് വിടുക, അല്ലെങ്കിൽ ഒരു നടപടി എടുക്കാതെ മാസങ്ങളോളം നോക്കുക. ഇപ്പൊ സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് പഞ്ചാബിലെയും തമിഴ്നാട്ടിലേക്ക് ചില ബില്ലുകൾ ഒന്നുകിൽ ഒപ്പുവെക്കുന്നതിന്
അല്ലെങ്കിൽ പ്രസിഡന്റിന് വിടുന്നതിനോ. അവിടെ നടപടി വന്നപ്പോൾ തന്നെ കേരള ഗവർണർ സൂക്ഷിച്ചിരുന്ന കുറെ ബില്ലെടുത്ത് പ്രസിഡന്റിനെ അയക്കുകയുണ്ടായി. അപ്പൊ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. കാരണം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തന്നെ തകർക്കുന്ന രീതിയിലാണ് ഗവർണറും BJP ഗവൺമെന്റും പോകുന്നത്. പിന്നെ ഇവിടെ ഗവർണറെ തടഞ്ഞ കാര്യമൊന്നും ഞാൻ ഒരു കാരണവശാലും ഗവർണറെ അല്ല ആരെയും അങ്ങനെ ആവശ്യമില്ല തടയാൻ പാടില്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ ഗവർണറായാലും ആരെ ആയിരുന്നാലും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും. ഇവിടെ കാരണങ്ങളുണ്ട്. ഗവർണറും ഗവൺമെന്റുമായിട്ടുള്ള പോരും യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഗവർണറും SFI എന്ന വിദ്യാർത്ഥി സംഘടനയുമായിട്ട് പ്രശ്നമുണ്ടായത്. പക്ഷെ അതിനകത്ത് എന്റെ ഒരു സുഹൃത്തു കൂടിയായ സുപ്രീം കോടതി അഭിഭാഷകൻ എന്നൊരു ചാനലിൽ പറയുന്ന ഒരു വാചകം ഞാൻ കേട്ടു. IPC 124 അനുസരിച്ചാണ് ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വന്നാൽ, ഒരു ക്രിമിനലായിട്ടൊരു ഫോഴ്സ് വന്നാൽ അത് ഉപയോഗിക്കുന്നു. IPC 124 പറയുന്നത് whoever with the intention of inducing president or governor refrain from exercising any lawful powers, assault restraints punishable with imprisonment or 7 years and fine. ഇത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്, നോൺ കോമ്പൗണ്ടബിൾ ആണ്, സെഷൻ ട്രയൽ ആണ്. അപ്പൊ 124 പറയുന്നത് ഗവർണർക്കും പ്രസിഡന്റിനുമെതിരെ എന്തെങ്കിലും അവരുടെ പവർ അവർ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് അവർക്കെതിരെ എന്തെങ്കിലും ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിച്ചാൽ അവരെ പ്രതികളാക്കാം. അത് 7 വർഷം വരെ ശിക്ഷിക്കാവുന്ന കേസുമാണ്. അത് പ്രസിഡന്റും ഗവർണർക്കും ഉള്ള സെക്ഷനാണ് 124. അപ്പൊ ഇത് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് വേണ്ടി വന്നാൽ സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാവും. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാനെന്നും ഞാൻ പറഞ്ഞത് കേൾക്കുന്നവരെങ്കിലും ജനങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 124 ഉപയോഗിച്ച് IPC 124 ഇൻവോക്ക് ചെയ്തെന്ന് വിചാരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടാനും നോക്കത്തില്ല. കാര്യം ഗവർണർമാർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. കരിങ്കൊടി കാണിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ മറ്റു പല സംസ്ഥാനങ്ങളും നടന്നിട്ടുണ്ട്. അപ്പൊ പിരിച്ചുവിടുകയാണെങ്കിൽ ഇന്ത്യയിൽ അവസാനമായിട്ട് പിരിച്ചുവിട്ടത് കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. 2005 ബീഹാർ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. നമുക്കറിയാം രാം പ്രസാദ് ചൗരസ്യ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് നമ്മൾ എല്ലാവരും ആരാധിക്കുന്ന അബ്ദുൽ കലാം ആയിരുന്നു. അദ്ദേഹമാണ് അത് പിരിച്ചുവിട്ടത്. മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി, ബൂട്ടാ സിംഗ് ആയിരുന്നു ഗവർണർ. പക്ഷെ സുപ്രീം കോടതി അതെടുത്ത് കരിയില പോലെ കളഞ്ഞു. ഒരിക്കലും അത് പിരിച്ചുവിടാം. അപ്പൊ അന്ന് കേസ് പോയതാരാണെന്നറിയോ? BJP MLA ആണ് രാം പ്രസാദ് ചൗരസ്യ. ആ ഗവർണറെ അവിടെ ബീഹാർ ഗവൺമെന്റ് പിരിച്ചുവിട്ടതിനെതിരെ അന്ന് BJP-യുമായി സഖ്യത്തിലുള്ള ഗവൺമെന്റ് ആയിരുന്നു. അദ്ദേഹം കേസ് പോവുകയും ഗവൺമെന്റ് അനുകൂലമായിട്ട് വിധിക്കുകയും പ്രസിഡന്റിന്റെ ഓർഡർ എടുത്ത് പുറത്തു കളയും. അതാണ് ലാസ്റ്റ് 2015 വന്ന 2005 നടന്ന ഏറ്റവും അവസാനത്തെ ഒരു സംസ്ഥാന നിയമസഭ പിരിച്ചുവിടുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ സംഭവങ്ങളൊന്നും ബഹുമാനപ്പെട്ട ജയസൂര്യ വക്കീൽ പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെന്റ് പിരിച്ചുവിടുന്ന രീതിയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഒന്നും ഇവിടെ നടന്നിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റിനെ പിരിച്ചുവിടുന്ന കാര്യമൊന്നും ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല. അല്ല, ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഉള്ളവർ, പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ഒന്ന് ഞങ്ങളെ ഒന്ന് പിരിച്ചുവിടണമേ എന്ന് ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞ ജയസൂര്യ വക്കീൽ പറഞ്ഞാൽ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ ഒരു ചാനലിൽ ഇരുന്നുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടാണ് ഉദ്ദേശിച്ചുകൊണ്ട് സുപ്രീം കോടതി അപേക്ഷ ഇടാൻ IPC 124 അത് ചാർജ് ചെയ്തതുകൊണ്ടൊന്നും ഒരിക്കലും കേന്ദ്ര സർക്കാരിനെ പിരിച്ചുവിടാൻ പറ്റില്ല, രാഷ്ട്രപതിക്ക് പിരിച്ചുവിടാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ ബ്രേക്ക് ഡൗൺ ഉണ്ടാകുമ്പോൾ ഗവർണർ റിപ്പോർട്ട് വാങ്ങിച്ച് പരിപൂർണമായിട്ട് പരാജയം. ശരിയാണ്, തുടർന്ന് അക്രമങ്ങൾ ഉണ്ടാകുകയും. അല്ല, പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അഡ്വക്കേറ്റ് ബലദേവ്, അതായത് സംസ്ഥാനത്തെ പ്രഥമ പൗരന് പോലും അദ്ദേഹത്തിന് ഇവിടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രത്തിന് ഇടപെടാമല്ലോ, അല്ലേ? അത് അല്ല, കേന്ദ്രത്തിൽ ഇടപെടാവുന്ന കാര്യങ്ങളാണ് ജയസൂര്യ വക്കീൽ പറഞ്ഞത്. എന്താ വേണ്ടി വന്നാൽ അറ്റേക്ക് അദ്ദേഹത്തിന് 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, 356 ഇൻവോക്ക് ചെയ്ത് നിയമസഭ പിരിച്ചുവിടാം. അതിനുള്ള മതിയായ ഗ്രൗണ്ട് ഒന്നും ഇതിനകത്തില്ല. 2, വേണമെങ്കിൽ കേന്ദ്രസേന അത് ഉപയോഗിക്കാം. കേന്ദ്രസേന ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുക്കാം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഭീഷണി കൂടിയുണ്ട്. കേന്ദ്രസേന CRPF അല്ലെങ്കിൽ BSF ഒക്കെയാണ്, അല്ലെങ്കിൽ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് ഒക്കെയാണ്. സാധാരണ പട്ടാളമല്ല വരുന്നത്, ഈ പാരാമിലിറ്ററികളാണ് സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുന്നത്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ധ്വനിയുണ്ട്, ഞങ്ങളെയൊക്കെ ചിലപ്പോൾ വെടി വെച്ച് കൊന്നുകളെ എന്നുള്ള ഒരു ധ്വനി കൂടി അവര് വളരെ ഗവർണർക്കെതിരെ എന്ത് കഴിഞ്ഞാൽ CRPF-ഉം BSF ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കേരള പോലീസ് നമ്മുടെ ആർഷോനെ കൈകാര്യം ചെയ്ത രീതി കണ്ടല്ലോ. ആർഷോ വരൂ, ഞാനുണ്ടല്ലോ, ആർഷോ മോളെ വാ, കരയല്ലേ. ഞാനൊന്ന് പേടിക്കുന്നവരൊന്ന് CRPF വന്നെന്ന് വിചാരിച്ചോ BSF അല്ലെങ്കിൽ ഇനി മിലിറ്ററി തന്നെ വന്ന പാരാമിലിറ്ററി മാറ്റി മിലിറ്ററി തന്നെ വന്നാലും പേടിക്കുന്നവരൊന്നും അല്ല കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലുള്ളവർ. അതുകൊണ്ട് അത് കാണിച്ച് ഞങ്ങളെ വരട്ടിയൊന്നും വേണ്ട. ഗവർണർക്ക് നിങ്ങൾ ഏത് സെക്യൂരിറ്റി കൊടുത്താലും
സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരങ്ങളെയും ഫെഡറൽ സംവിധാനങ്ങളെയും തകർക്കത്തക്ക രീതിയിൽ ഒരു ഗവർണർ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ടി പക്ഷെ അത് വരും. നാണക്കേടല്ലേ? അതിനെതിരെ ചില കാര്യങ്ങൾ ചെയ്യും. കെ പോലീസിന് നാണക്കേടല്ലേ? CRPF വരുന്നതും BSF വരുന്നതും ഒക്കെ. ഈ കേന്ദ്രം ചെയ്യുന്നതെല്ലാം നാണക്കേടാണല്ലോ. കേന്ദ്രം ചെയ്യുന്ന എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം ഈ കേരളത്തിലെ കൂടെ, കേരളം മാത്രമല്ലല്ലോ, ഇന്ത്യയിലെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഗവർണർ പോരുണ്ടല്ലോ. ഒരു സ്റ്റേറ്റിൽ മാത്രമല്ലല്ലോ. ഇതിനേക്കാൾ വലിയ ഇഷ്യൂ ആണല്ലോ പഞ്ചാബിലുണ്ടായത്. അതിൽ വലിയ ഇഷ്യൂ ഡൽഹിയിലുണ്ടായി, തമിഴ്നാട്ടിലുണ്ടായി, പശ്ചിമ ബംഗാളിലുണ്ടായി. അവിടെ കേരളം പാസ്സാക്കുന്നതിന് മുമ്പേ നിയമം പശ്ചിമ ബംഗാളിൽ പാസ്സാക്കി. സർക്കാർ വെച്ച് നീട്ടുന്ന ഫയലുകളിൽ ഒപ്പുവെക്കുന്ന ഒരു പണി മാത്രമല്ല ഗവർണർക്കുള്ളത്. അദ്ദേഹം അത് പരിശോധിക്കും. അതിനകത്ത് ഒരുപാട് റൂളിംഗുകൾ സുപ്രീം കോടതി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, 2023 ഒക്ടോബറിൽ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഗവർണർ ഈസ് ഒൺലി എ റെപ്രസെന്റേറ്റീവ് നോട്ട് ആൻ ഇലക്ടഡ് പേഴ്സൺ എന്ന് 2023 ഒക്ടോബറിൽ പഞ്ചാബ് കേസ് എടുത്തോണ്ട് പറഞ്ഞു. അപ്പൊ ഇലക്ടഡ് ചെയ്യുന്ന അവരുടെ അധികാരം ഒന്നും ഗവർണർ കോൺസ്റ്റിറ്റ്യൂഷൻ ഹെഡ് ആയിരിക്കും ഒരു സ്റ്റേറ്റിന്റെ, പക്ഷെ അദ്ദേഹത്തിന്റെ അധികാരം എന്ന് പറയുന്നത് ഒരു ഒപ്പിടുക എന്നുള്ള അധികാരം മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് യാതൊരു വിധമായ ഡിസ്ക്രിപ്ഷണറി പവറില്ല. അദ്ദേഹത്തിന് താങ്കളോട് വിയോജിപ്പുണ്ട്. ഇല്ല, അതിന് സുപ്രീം കോടതി വിധികളുണ്ട്. ഒപ്പിടാനുള്ള അധികാരം അവകാശം മാത്രമല്ല, അത് ചോദ്യം ചെയ്യാനുള്ള അവകാശം കൂടിയുണ്ട്. അങ്ങനെ ഒന്നുമില്ല. ഒരു റബ്ബർ സ്റ്റാമ്പായിട്ട് ഗവർണറെ ഇകഴ്ത്തി കാട്ടേണ്ട. ഇന്ത്യൻ പ്രസിഡന്റിന്റെ അധികാരമില്ല. ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാവുന്നത്? ആ ബില്ല് ഒന്നുകിൽ വീണ്ടും കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലോക്സഭയിലേക്ക് അയക്കാം. അവരത് പരിഗണിക്കാതിരിക്കാം. തിരിച്ചയച്ചാൽ പ്രസിഡന്റ് ഒപ്പിട്ടേ പറ്റൂ. അപ്പൊ പ്രസിഡന്റിന് പ്രത്യേകിച്ച് അധികാരമില്ല. പ്രസിഡന്റ് ഇല്ലാത്ത അധികാരം ഗവർണർക്കുണ്ട്. ഒരധികാരവും ഇല്ല. അപ്പൊ നിയമസഭ പാസ്സാക്കുന്ന ബില്ല് അദ്ദേഹത്തിന് റീകൺസിഡറേഷൻ വെക്കാം, കുറച്ചാൾ കയ്യിൽ വെക്കാം, പ്രസിഡന്റ് അയക്കാം. പ്രസിഡന്റും ഇതേ അധികാരമേ ഉള്ളൂ. വീണ്ടും ലോക്സഭയ്ക്ക് അയക്കാം. അതല്ലേ കുറച്ച് തിരിച്ചത് അയച്ചു കൊടുത്താൽ ഒപ്പിട്ടേ പറ്റൂ. പ്രസിഡന്റ് ഒപ്പിടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അധികാരത്തിൽ മാത്രമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ ദോശ ചുടുന്ന ലാഘവത്തിൽ നിയമങ്ങളൊക്കെ അങ്ങ് പാസ്സാക്കി എന്നിട്ട് എന്താ ഇപ്പൊ ഗവർണർ പഞ്ചാബിലൊക്കെ ഉടനെ എടുത്ത് ഒപ്പിട്ടെ? സുപ്രീം കോടതി അങ്ങോട്ട് നോട്ടീസ് കാണിക്കുന്നതിന് ഇപ്പൊ പഞ്ചാബിൽ ഒപ്പിട്ടല്ലോ, 2-3 ഒപ്പിട്ടല്ലോ. എന്തിനാ ഒപ്പിട്ടെ? ഒപ്പിടാത്ത ബില്ലുകളുണ്ടോ? നിയമസഭ പാസാക്കിയ ഒപ്പിടാത്ത ബില്ലുകളുണ്ടോ? ഉണ്ട്. അത് എവിടെയുണ്ട്? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളില്ലല്ലോ ഇത്. കോടതി പരിശോധിക്കുമല്ലോ. ഗവൺമെന്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. ആ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന 10 സംസ്ഥാനങ്ങളാണ്. 18 എണ്ണം BJPയുടെ സഖ്യകക്ഷികളോ ഭരിക്കുന്നു. ഈ 10 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇഷ്യൂ ഉള്ളത്. അതിലും BJPയോട് അല്പം ചാഞ്ചിരിക്കുന്ന ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിലില്ല. BJP ശക്തമായിട്ട് എതിർക്കുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതുപോലെ ആം ആദ്മി പാർട്ടി ഒക്കെ ഭരിക്കുന്ന NCP ഇതൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രം, ത്രിപുരയിലൊക്കെയാണ്, പശ്ചിമബംഗാളിലൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്. BJPയോട് അല്പം ഒരു സോഫ്റ്റ് കോൺ നിൽക്കുന്ന ഒറീസയിലില്ല. കാര്യം അവർ 2 വള്ളത്തിലൂടെ ചവിട്ടി നിൽക്കുകയാണ്. ഇപ്പൊ ശക്തമായി നിൽക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്നതോ അല്ലെങ്കിൽ ഇടതുപക്ഷം ഭരിക്കുന്നതോ അല്ലെങ്കിൽ പശ്ചിമബംഗാളിൽ ഇങ്ങനെയുള്ള, പിന്നെ പഞ്ചാബ്, ഡൽഹി ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ആരൊക്കെ BJPയെ പരസ്യമായി എതിർക്കുന്നു, ആരൊക്കെ വിമർശിക്കുന്നു, ആ സംസ്ഥാന ഗവൺമെന്റുകളുടെ മുകളിൽ ഗവർണർമാരെ വെച്ച് കേന്ദ്രം കളിക്കുന്നു. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകും. അതിന് CRP അല്ല, പട്ടാളത്തെ ഇറക്കി ഞങ്ങൾ വെടിവെച്ചു എന്ന് പറഞ്ഞാലും അതിന് തർക്കമൊന്നുമില്ല, പ്രക്ഷോഭം ഉണ്ടാകും. അല്ല, നിങ്ങൾക്ക് രക്തസാക്ഷികളെയും വേണമല്ലോ. അതുകൂടി ഒരു അനിവാര്യതയായി മാറിയിരിക്കുകയാണ് കാലഘട്ടത്തിൽ. പാർട്ടി വളർന്നു വന്ന രക്തസാക്ഷിയുടെ പുന്നപ്പുറയിലും വയലാറിലും ഒക്കെ 100 കണക്കിന് വരെ ഒന്ന് സർട്ടിഫൈഡ് ആൾക്കാർ വെടിവെച്ച് വന്ന് കുഴിച്ചു മുടിയില്ലേ? ആ രക്തസാക്ഷികളിൽ നിന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് അതുപോലുള്ള കോസസിന് വേണ്ടിയല്ലല്ലോ ഇപ്പോ SFI പോലുള്ള സംഘടനയുടെ 1992 ഡിസംബർ മാസം 6-ാം തീയതി അയോധ്യ 100 കണക്കിന് RSR വെടിവെച്ച് വന്നായിരുന്നു. ആ രക്തസാക്ഷി BJP അങ്ങോട്ട് വളർന്നു വന്നു. 100 കണക്കിന് പേരെയാണ് പാവപ്പെട്ട ചെറുപ്പക്കുള്ളാരുടെ കൈ കട്ടയും കൊടുത്തോണ്ട് കർത്തവ്യം പറഞ്ഞ് അതിന്റെ മുകളിൽ ഇടിച്ചു കയറി വെടിവെച്ച് വന്ന് സരയൂ നദി കിടന്ന് ഒഴുകി നടത്തിയ 100 കണക്കിന് RSR ചേട്ടം. അതാ പറഞ്ഞ. അപ്പൊ അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായോ? അദ്വാനിയും ജോഷിയും കൂത്തുപറമ്പിലെ രക്തസാക്ഷികളുടെ ഗതികേടൊന്നും അല്ലല്ലോ ഉണ്ടായിട്ടുള്ളത്. കൂത്തുപറമ്പിൽ എന്തിനാണ് 5 ചെറുപ്പക്കാരെ കുരുതി കൊടുത്തത് ഇടതുമുന്നണി, വിപ്ലവം നടത്തുമ്പോൾ തീർച്ചയായിട്ടും രക്തസാക്ഷികളൊക്കെ ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രക്തസാക്ഷി ഉണ്ടാകാൻ തുടങ്ങിയത് വളരെ നാളുകൾക്ക് മുമ്പാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നതിന് മുമ്പേ കൂത്തുപറമ്പ് രക്തസാക്ഷി, അതുപോലെ പുഷ്പൻ ജീവച്ഛവമായി കിടക്കുകയാണ്. അന്ന് എന്തിനു വേണ്ടിയാണോ നിങ്ങൾ പോരാടിയത് അത് വളരെ ആവേശത്തോടു കൂടി ഇവിടെ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണല്ലോ. അപ്പോൾ പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. രക്തസാക്ഷികളെ സൃഷ്ടിക്കുക എന്നത് പാർട്ടിയുടെ ആവശ്യമാണ്.
നമ്പ്യാർ ഒരു സെക്കൻഡ് കൂടെ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരവധി പ്രാവശ്യം ഭരിച്ചിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് ആണ് കേന്ദ്രത്തിൽ ഇരുന്നിട്ടുള്ളത്. 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിരിച്ചിട്ടുണ്ട്. അതിനുശേഷം 67 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു, 71 അച്ചുവന മന്ത്രിസഭ വന്നു, നയനാർ മന്ത്രിസഭ വന്നു. അന്നൊന്നും ഇവിടെ ഗവർണർക്കെതിരെ ഇവിടെ ആരും സമരം ചെയ്തിട്ടില്ലല്ലോ. 2006, 2011 അച്ചാറിന്റെ മന്ത്രിസഭ ഇരുന്നല്ലോ. ഗവർണർക്കെതിരെ ആര് സമരം ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. കോൺഗ്രസ് അതിനു മുമ്പ് നയനാർ മന്ത്രിസഭ ഇരുന്നല്ലോ. അന്നൊന്നും അവർക്കെതിരെ സമരം ചെയ്തു. അന്നൊന്നും ഈ ഗവർണർമാർക്ക് പ്രശ്നമില്ലായിരുന്നല്ലോ. ഇപ്പോഴാണല്ലോ ഗവർണർമാർക്ക് ഈ ഗവൺമെന്റ് എങ്ങനെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ അന്നത്തെ ഗവർണർമാരല്ല ഇന്നത്തെ ഗവർണർ. അദ്ദേഹത്തിന് ഇരട്ട ചങ്കുണ്ട്. അദ്ദേഹം നിങ്ങളുടെ കണ്ണിലെ കരടായി മാറിയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും നിർവീര്യമാക്കുക എന്ന ഒരു അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുന്നു. എവിടെയൊക്കെ അദ്ദേഹത്തെ തെറിവിളിക്കാമോ അവിടെയൊക്കെ തെറിവിളിക്കുന്നു. ഒറ്റ കാര്യം കൂടി, അടുത്ത പലത് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. പിണറായി വിജയൻ ഇങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കുക, അതായത് യാത്ര ചെയ്യുന്നു അദ്ദേഹം സുരക്ഷാ അകമ്പടിയോടുകൂടി. KSU പ്രവർത്തക കരിങ്കൊടി കാണിക്കുന്നു. അവർ കാറിൻ്റെ അടുത്തേക്ക് പോയി കാറിനെ ഇടിക്കുന്നൊന്നുമില്ല, വെറും കരിങ്കൊടി കാണിക്കുന്നു. ഏത് രീതിയിലായിരിക്കും കേരള പോലീസ് പ്രതികരിക്കുക? ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ്സുകാരെ കൈകാര്യം ചെയ്ത് കണ്ടില്ലേ? വനിതാ പ്രവർത്തകരുടെ വസ്ത്രം പോലും വലിച്ചു കീറി, ഒരു കുഴപ്പവുമില്ല. എന്നിട്ട് പറയുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഗുണ്ടായിസം കാണിക്കുന്നു. അപ്പോൾ കല്യാശ്ശേരി തൊട്ട് ഇങ്ങോട്ട് ഗുണ്ടായിസം കാണിച്ച ജീവൻ രക്ഷാ സേനയുണ്ടല്ലോ, അവരെക്കുറിച്ചൊന്നും പറയാനില്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇവിടെ അല്ല, SFIക്കാരും DYFIക്കാരാണെങ്കിലും അവർക്കൊരു നീതി, യൂത്ത് കോൺഗ്രസ്സുകാരും യുവമോർച്ചക്കാരും ആണെങ്കിൽ അവർക്ക് വേറൊരു നീതി. അല്ല, ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറഞ്ഞു. ആരെയും നമ്മൾ അനാവശ്യമായിട്ട് ജനാധിപത്യപരമല്ലാത്ത രീതിയിൽ സമരം ചെയ്യുന്നതും അക്രമാസക്തമായ സമരങ്ങൾ ശരിയല്ല എന്ന കാഴ്ചപ്പാടുകാരനാണ് ഞാൻ. പക്ഷെ ചില സമയങ്ങളിൽ ജനാധിപത്യപരമായി ചില സമരം ചെയ്യും. ആ സമരം ചിലപ്പോൾ അക്രമാസക്തമാവും. അപ്പോൾ പോലീസ് ചിലപ്പോൾ ലാത്തിചാർജ് നടത്തും. അത് അതിനകത്തുള്ളതാണ്. അതിനകത്ത് നമ്മൾ അതിന് മറ്റു രീതി അതെല്ലാവരും ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. പിന്നെ ജയസൂര്യ വക്കീൽ പറഞ്ഞതുപോലെ കേന്ദ്ര സേനയാണ് ചിലപ്പോൾ വെടിവെക്കും. ഇവിടുത്തെ കേരള പോലീസ് ആയതുകൊണ്ട് വെടിവെക്കുന്നില്ല, അടിയിലങ്ങ് തീരുകയാണ്. ശരി, തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. അഡ്വക്കേറ്റ് സേനാപതി വേണു, ഗവർണറോട് പല കാര്യങ്ങളിലും വിയോജിപ്പുണ്ടെങ്കിലും ഈ വിഷയത്തിൽ, അതായത് സുരക്ഷാ വീഴ്ചയിൽ, മനസ്സുകൊണ്ടെങ്കിലും ഗവർണറോടൊപ്പം ആയിരിക്കും കോൺഗ്രസ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മളിതിനെ കുറച്ചുകൂടി ഒന്ന് വിശാലമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട് അനിലേ. ഒന്ന്, ഗവർണർ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം, എനിക്ക് കേരളത്തിലെ പോലീസ് സുരക്ഷ ആവശ്യമില്ല എന്നൊരു പ്രഖ്യാപനമാണ് ഗവർണർ നടത്തിയിരിക്കുന്നത്. ഇനി ഗവർണർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും സംസ്ഥാന ഗവൺമെന്റിന് ഗവർണർക്ക് സുരക്ഷ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു ഫെഡറൽ സംവിധാനത്തിന്റെ, ഇനിയിപ്പോ ഗവർണർ പറയുകയാണ് എനിക്ക് നിങ്ങളുടെ സുരക്ഷ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ഭരണഘടനാ തലവൻ എന്ന നിലയിൽ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് ആ ബാധ്യതയിൽ നിന്ന് പിന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഇനി ഗവർണർ എന്ത് വാദഗതികളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അവിടെ പ്രസക്തമല്ല. കാരണം അത് നമ്മുടെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. ആ സംവിധാനത്തിന്റെ ഭാഗമായി ഗവർണർക്ക് സുരക്ഷ കൊടുത്തേ മതിയാകൂ. അത് കൊടുക്കാനുള്ള ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനുണ്ട്. അഡ്വക്കേറ്റ് സേനാപതി വേണു, പേരിനൊരു പോലീസിന്റെ ആവശ്യമില്ലല്ലോ. അതല്ല അതുകൊണ്ടാണല്ലോ ഇവിടെ പറഞ്ഞത് ഈ നമ്മുടെ IPCയിലെ 124 എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓൺലി ഫോർ 3 persons, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ആൻഡ് ഗവർണേഴ്സ്. വേറൊരാൾക്കും ആ ഇമ്മ്യൂണിറ്റി ഇല്ല. ആ ഇമ്മ്യൂണിറ്റി എന്തുകൊണ്ട് CRPCയിൽ എഴുതി വെച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് വലിയ ഒരു, ഈ 3 പദവികളും വളരെ പവിത്രമായ പദവികളാണ്. ആ പദവികൾക്ക് നേരെ ഉണ്ടാകുന്ന കയ്യേറ്റം എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തിന് നേരെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റമാണ് എന്നുള്ളത് കൊണ്ടാണ് അതിനെ ആ രീതിയിൽ തന്നെ കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു പോലീസുകാരനെ വിട്ടോ അല്ലെങ്കിൽ 2 പോലീസുകാരനെ വിട്ടോ ഗവർണറെ സംരക്ഷിക്കുക എന്നുള്ളതല്ല. ഗവർണറുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. ഗവൺമെന്റ് അത് ചെയ്യുകയും ചെയ്യും. ഇനി ഇവിടെ അടുത്ത കാര്യം, ഇപ്പൊ എന്തിനാ SFIക്കാർ ഈ സമരവുമായിട്ട് ചാടിയിരിക്കുന്നത്? ഞാന് ബൽദേവ് അതിനെക്കുറിച്ച് സംസാരിക്കും എന്നാണ് വിചാരിച്ചത്. ഇപ്പൊ എന്താ SFIക്കാർ ഈ സമരവുമായിട്ട് വന്നിരിക്കുന്നത്? SFIക്കാർ പറയുന്നത് സെനറ്റിലേക്ക് 4 ആളുകള്, അത് ആരോപിക്കുന്നത് സംഘപരിവാറുകാർ അല്ലെങ്കിൽ 4 ആളുകളെ നിയമിച്ചു. അത് ഹൈക്കോടതി അത് റദ്ദു ചെയ്തു. ആ വിഷയം അവിടെ അവസാനിച്ചതാണല്ലോ. പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവർ ഈ ഗവർണർക്കെതിരെ ഈ സമരവുമായിട്ട് ഇവർ ഈ കൊടിയുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്? അപ്പം അത് ഞാൻ മുമ്പ് ഒരു ചർച്ചയിൽ പറഞ്ഞതാണ്. SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് അവര് മാഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അവര് കേരളത്തിലെ മുഴുവൻ കലാശാലകളും അടക്കി വാണിരുന്ന ആളുകൾ അവർക്കിപ്പോൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ സ്ഥാനമില്ല എന്നൊരു നില വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ SFIയുടെ ചരിത്രം നമ്മൾ പണ്ട് ചാനൽ ചർച്ച ചെയ്യുമ്പോൾ ശ്രീ ഷാജഹാനൊക്കെ ഓർമ്മപ്പെടുത്തിയത് SFIക്ക് ഒരു മഹത്തായ ചരിത്രമുണ്ട്, അതില്ല എന്നൊന്നും പറയുന്നില്ല. അത് ശ്രീ ഭാസ്കരനെ പോലെയുള്ള ആളുകൾ, അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും, AK ബാലനെ പോലുള്ള ആളുകൾ, അതല്ല എങ്കിൽ നമ്മുടെ മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ, അങ്ങനെ പരിണിതപ്രജ്ഞരായ ഒരുപാട് ആളുകൾ, നമ്മുടെ സുരേഷ് കുറുപ്പിനെ പോലുള്ള ആളുകൾ, CP ജോണിനെ പോലുള്ള ആളുകൾ, മത്തായി ചാക്കോയെ പോലുള്ള ആളുകൾ, AK ബാലന്റെ പേര് ഞാൻ പറഞ്ഞു ഓർക്കുന്നു, അവര് UP ജോസഫ്, ഇവരൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ SFI എന്ന് പറയുന്നത് അത് വലിയ എന്താ പറഞ്ഞ ഒരു പുരോഗമന വിദ്യാർത്ഥി സംഘടനയും അതിനകത്ത് ചർച്ചകളും അതിൻ്റെ അകത്ത് പ്രഗത്ഭരും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ സംഭാവനയൊക്കെ ആ കാലഘട്ടത്തിൽ SFI ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ SFIയുടെ അവസ്ഥ എന്താ? ഞാൻ ഈ അവരുടെ ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ പേരെടുത്ത് പലപ്പോഴും ഞാനത് സംസാരിക്കാതിരിക്കുന്നതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി പറഞ്ഞത് അദ്ദേഹത്തിന്റെ പേരിലുള്ള പോലീസ് കേസുകൾ മുഴുവൻ വിദ്യാർത്ഥി സമരവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. അല്ല, ഞങ്ങളുടെയൊക്കെ പേരിൽ ഒരുപാട് കേസുകൾ പോലീസ് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഗവൺമെന്റിനെതിരെ ഞങ്ങൾ കോവിഡ് കാലത്ത് വല്ലാതെയൊക്കെ സമരം ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പിക്കറ്റ് ചെയ്തതിന്റെ ഒക്കെ സമര കേസുകളുണ്ട്. പക്ഷെ ആർഷോയുടെ പേരിൽ എടുത്തിരിക്കുന്ന ബഹുഭൂരിപക്ഷം കേസുകളും അങ്ങനെയുള്ളതല്ല. ഒരു പ്രധാനപ്പെട്ട കേസ് ഇവിടെ നമുക്കത് വർത്തമാനം പറയാനേ പോലും കൊള്ളത്തില്ല. ആ കേസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ പോലും അട്രോസിറ്റി ആക്ടിലാണ്. അപ്പോഴാണ് ആ പെൺകുട്ടി ഇയാളോട് പറയുന്നത്, എടോ ജനാധിപത്യം എന്ന വാക്കിന്റെ അർത്ഥം താൻ പഠിക്കുക. അതിന് വലിയ ആശയമുണ്ട്. തന്നെ ചീത്ത വിളിച്ച പുലഭ്യം പറഞ്ഞ ആ പുലഭ്യത്തിന്റെ രീതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരു പൊതുസമൂഹത്തിലൊന്നും പറയാൻ പറ്റത്തില്ല. അത്ര മ്ലേച്ഛമായ രീതിയിൽ തന്നെ പുലഭ്യം പറഞ്ഞ ഈ SFIയുടെ നേതാവിനോട് ആ വനിതാ വിദ്യാർത്ഥി പറഞ്ഞൊരു വാക്കുണ്ട്, താൻ ജനാധിപത്യത്തിന്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുക. അതിലെല്ലാം അടങ്ങിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അത്തരത്തിലുള്ള കേസുകൾ. ഒരു കേസ് ഈരാറ്റുപേട്ടയിൽ ഒരു അഭിഭാഷകനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി കയ്യും കാലും തല്ലിയൊടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിനുള്ള വധശ്രമത്തിനുള്ള കേസാണ് എടുത്തിരിക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിലുള്ള കേസല്ല. ഞാൻ പറഞ്ഞു വന്നത്, പഴയ SFI മാറി. അന്ന് ബുദ്ധിജീവികള്, കലാലയത്തിൽ നല്ലപോലെ പഠിക്കുന്നവര്, കലാലയത്തില് എന്താ പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മാതൃകയായവരുടെ നിലയിൽ നിന്ന് വന്നിട്ട് ഇന്ന് SFI എന്ന് പറയുന്നത് ആ സാധനത്തെ ഏറ്റവും ഭംഗിയായി വിവക്ഷിച്ചത് ആരെന്ന് ചോദിച്ചാൽ യശശരീരനായ വെളിയം ഭാർഗവനാണ്. വെളിയം ഭാർഗവൻ ഈ സംഘടനയെ കുറിച്ച് പറഞ്ഞത് ഇത് വെറും തല്ല് സംഘടന എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറും തല്ല് സംഘടന. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോഴും നിങ്ങളുടെ ശേഖരത്തിൽ ഒന്ന് വെളിയം ഭാർഗവൻ SFIയെ കുറിച്ച് പറഞ്ഞത് ഇത് വെറും തല്ല് സംഘടനയാണെന്ന്. ആ ഒരു നിലവാരത്തിലേക്ക് SFI മാറി. ഞാൻ പണ്ട് സൈന്യത്തിൽ ഉണ്ടായിരുന്നപ്പോ ഈ പഞ്ചാബില്, അപ്പോ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ് അവര് 3 പേരെ കൊല്ലുന്നവരെ സബ് ഏരിയ കമാൻഡർ ആക്കും. അവ 5 പേരെ കൊന്നു കഴിയുമ്പോഴത്തേക്കും ഏരിയ കമാൻഡർ ആക്കും. 10 പേരെ വധിക്കുന്നവരെ അതിന്റെ ജില്ലാ കമാൻഡർ ആക്കും എന്ന് പറഞ്ഞ പോലെ ഒരു 25 ക്രിമിനൽ കേസ്, അത് അധ്യാപകനെ തല്ലുന്നത്, അല്ലെങ്കിൽ സഹവിദ്യാർത്ഥികളെ കൊല്ലാൻ തുടങ്ങുന്നത്, പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കുന്നത്, ഇല്ലെങ്കിൽ അവര് റിട്ടയർമെന്റ് ആകുമ്പോൾ റീത്ത് വെക്കുന്നത്, ഇങ്ങനെ 25ഉം 30ഉം കേസുകൾ ഉള്ളവരാണ് ഇപ്പൊ SFIയുടെ നേതൃത്വ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അത് വേറെ ഒരു ക്രിമിനൽ സംഘടനയായി മാറി. ആ ക്രിമിനൽ സംഘടനയുടെ ഒരു നേതാവ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ക്രിമിനൽ സമരങ്ങൾ അത് മുഖ്യമന്ത്രിയുടെ ഒത്താശയോടുകൂടിയാണ്. ഞങ്ങൾ SFIക്കാരോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ അടിയന്തരമായിട്ട് ഈ സമരം പിൻവലിക്കണം. കാരണം ഈ സമരത്തിൽ ഒരു കഴമ്പുമില്ല. ഈ സമരത്തിന് ഇതെന്തിനു വേണ്ടിയുള്ള സമരമാണ്? ഇവിടെ ഗവർണർ നിയമിച്ചു എന്ന് പറയുന്ന ആളെ കോടതി അത് വേണ്ട എന്ന് പറഞ്ഞു. ആ സമരം അവിടെ അവസാനിച്ചു. ഇനി എന്തെങ്കിലും ആ കാര്യത്തിൽ നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മേൽക്കോടതിയെ സമീപിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതല്ലാതെ ഗവർണർക്കെതിരെ നിങ്ങൾ കരിങ്കൊടിയുമായിട്ട് വരാൻ പാടില്ല. ഒന്ന്, കരിങ്കൊടി പ്രതിഷേധം എന്ന് പറയുന്നത് അതൊരു പ്രതിഷേധത്തിന്റെ മാതൃകയാണ്. അതിനർത്ഥം ഗവർണറുടെ വാഹനത്തിന് മുമ്പിൽ കയറാൻ നിങ്ങൾക്കൊരു അധികാരവുമില്ല. നിങ്ങൾ അത്തരത്തിലുള്ള സമരരംഗത്ത് നിങ്ങൾ വരാൻ പാടില്ല. അപ്പോൾ SFI, ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, വിദ്യാർത്ഥികളുടെ മനസ്സിൽ നിന്ന് പോയി. ഇനി മുമ്പ് ഇവർ നടത്തിയ സമരങ്ങൾ ഒരുപക്ഷെ അനിൽ ഓർമ്മിക്കുന്നുണ്ടാകും. വിളനിലം എന്ന് പറയുന്ന നമ്മുടെ എന്താ പറഞ്ഞേ സർവകലാശാല വൈസ് ചാൻസലറായിട്ട് വന്ന JKV വിളനിലം, ആ വിളനിലത്തിനെതിരെ ഒരു ഭയങ്കരമായ സമരം. അദ്ദേഹത്തെ നാട്ടിലിറങ്ങാൻ സമ്മതിക്കില്ലാത്തത് എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമാണ്. അവസാനം ഗവൺമെന്റിനും SFIക്കും മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തോട് ക്ഷമ പറയേണ്ടതായിട്ട് വന്നു. അതാണ് SFIയുടെ സമരം. ഈ SFI ആണല്ലോ +2വിനെതിരെ സമരം നടത്തിയത്. ഇപ്പോ ആ +2വിനെ എന്താ പറഞ്ഞ ഹയർ സെക്കൻഡറി അന്ന് ഞങ്ങൾ കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണത്തിനെതിരെ സമരം നടത്തിയ ആളുകൾ ഇപ്പം ആ +2 അതിനെ പൂർണ്ണമായിട്ടും അവർ അംഗീകരിക്കേണ്ട സ്ഥിതിവിശേഷം വന്നു. അപ്പൊ എന്നൊക്കെ ഇവർ സമരം. അതുപോലെ തന്നെ സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെ ഇവിടെ നമ്മൾ 5 രക്തസാക്ഷികളെ കുറിച്ച് എന്നും അവര് അതിന്റെ മുദ്രാവാക്യം എന്താണെന്നറിയോ? ബാനറിൽ നെറികേടിനെതിരെ വിരിമാറ് കാണിച്ചവർ അവർ 5 പേർ. 5 പേരുടെ പേരുണ്ടല്ലോ, മധു, റോഷൻ, ഷിബു, രാജൻ തുടങ്ങി ബാബു, ഇങ്ങനെ 5 പേരുടെ പേര്.
എല്ലാ നവംബർ മാസവും 24-ാം തീയതി അവരെ കുറിച്ച് രക്തസാക്ഷി മണ്ഡപത്തിൽ പൂജ എന്താ പറഞ്ഞ പുഷ്പാർച്ചന നടത്തി വലിയ ആഘോഷം നടത്താറുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നു, ഇവിടെ രക്തസാക്ഷികളെ കുറിച്ച് പറയുമ്പോഴാണ് ആ രക്തസാക്ഷികളെ എന്തിനാ സൃഷ്ടിച്ചത്? പുതുക്കുടി പുഷ്പൻ ഇപ്പോഴും കിടക്കുകയാണല്ലോ. പുഷ്പൻ എന്തിനാ വെടിയേറ്റ് ഈ ഇങ്ങനെ കിടക്കുന്നതെന്ന് പുഷ്പന് പോലും അറിയത്തില്ല. കാരണം എന്താ? ആ സമരം എന്തിനു വേണ്ടി ഇവർ നടത്തിയോ അതിന്റെ വക്താക്കളായി ഇടതുപക്ഷക്കാർ മാറി. അങ്ങനെ വക്താക്കളായി മാറിയത് കൊണ്ടാണ് പിണറായി വിജയന്റെ 2 മക്കളും ഈ സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് അവർ മിടുക്കരാകട്ടെ, നമുക്ക് ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷെ എല്ലാ കാലഘട്ടങ്ങളിലും ഇത് SFIയുടെ ഒരു രീതിയാണ്. ഒരു അനാവശ്യമായ കുറെ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങളുടെ പുറകെ ഈ നിർദോഷികളായ വിദ്യാർത്ഥികളെ, സാധുക്കളായ വിദ്യാർത്ഥികളെ മുഴുവൻ അവരെ തെരുവിലിറക്കുക, അതിനുശേഷം ഈ രീതിയിലുള്ള അനാവശ്യമായ സമരവുമായിട്ട് ഇതിവരുടെ ഒരു സ്ഥിരമായ നാടകമാണ് ഇവർ സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് SFI ഈ സമരം അടിയന്തരമായിട്ട് നിങ്ങൾ നിർത്തണം. ഈ സമരം നിങ്ങൾ നിർത്തുകയും അതോടൊപ്പം തന്നെ ഈ നിങ്ങൾ കരിങ്കൊടി കാട്ടിക്കോ, പ്രതിഷേധിച്ചു. പക്ഷേ ഇംഗ്ലണ്ടിൽ ഭരണഘടന നിലവിൽ വന്നു കഴിഞ്ഞപ്പോ അന്നത്തെ ഒരു ആപ്തവാക്യമുണ്ട്, യുവർ ഫ്രീഡം എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്. നിങ്ങൾക്ക് വടിയിറക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇംഗ്ലണ്ടിൽ ഭരണഘടന വന്നു എന്ന കാരണം പറഞ്ഞ് ഒരു സ്വാധികൻ വടിയും കറക്കിക്കൊണ്ട് റോഡിൽ കൂടെ നടക്കുകയാണ്. അപ്പം എതിരെ വന്ന ആള് ചോദിച്ചു, മിസ്റ്റർ വാട്ട് ആർ യു ഡൂയിങ്? നിങ്ങൾ എന്തായി ചെയ്യുന്നത്? വടി കറക്കുന്നത്? അത് എനിക്ക് അപകടം ഉണ്ടാകുമല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഭരണഘടന നിലവിൽ വന്നിരിക്കുന്നു, എനിക്ക് ഭരണഘടനാ പ്രകാരം വടി കറക്കിക്കൊണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ എതിരെ വന്ന ആള് പറഞ്ഞത്, യുവർ ഫ്രീഡം എൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്. നിങ്ങളുടെ വടി കറക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ മൂക്ക് ആരംഭിക്കുന്നിടത്ത് അത് അവസാനിക്കുക. നിങ്ങൾക്ക് ഗവർണറെ കരിങ്കൊടി കാണിക്കാം, വഴിസൈഡിൽ നിങ്ങൾ ഗവർണറെ കരിങ്കൊടി കാണിച്ചു, കുഴപ്പമില്ല. പക്ഷേ ഗവർണർ എന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ആളെ അദ്ദേഹത്തിന്റെ വാഹനം തടയുക, അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുമ്പിൽ നിങ്ങൾ കയറുക എന്നുള്ളത് അത് ക്രിമിനൽ ഒഫൻസ് മാത്രമല്ല, ആ ഒഫൻസിന് അതിനേക്കാൾ കുറച്ചുകൂടി ഒരു വ്യാപ്തിയുണ്ട്. അതുകൊണ്ടാണ് 124 എന്നുള്ളത് CRPCയിൽ വളരെ വ്യക്തമായി ഇവർക്ക് 3 പേർക്കുമായി എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് SFIക്കാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, SFI ഈ സമരം അവസാനിപ്പിക്കണം. ഇനി ഗവർണറുടെ ഭാഗത്തു നിന്നും ഗവർണർ അങ്ങനെ ഒരു ഹോളി കൗ, വിശുദ്ധ പശുവാണ് എന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം ഗവർണറും ഇടതുപക്ഷവും തമ്മിൽ നടന്നിട്ടുള്ള കൂട്ടുകച്ചവടങ്ങളൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന, അത് രാഷ്ട്രീയം പറയുമ്പോൾ ഞങ്ങൾ പറയണമല്ലോ. NRCക്ക് ശേഷമാണ് നമ്മുടെ നിയമസഭയിൽ എന്താ പറഞ്ഞ ഈ ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം നടത്തുന്നത്. ഗവർണർ എന്താ പറഞ്ഞത്? ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യവും വായിക്കത്തില്ല, NRCയെ സംബന്ധിച്ച് ഒരു കാര്യവും വായിക്കത്തില്ല. അവസാനം ആ കാര്യം പുള്ളി എന്റെ ഗവൺമെന്റ്, മൈ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് അത് തന്നെ അദ്ദേഹം വായിച്ചു. അന്ന് അദ്ദേഹം അത് വായിക്കാതിരുന്നുവെങ്കിൽ കേരളത്തിന്റെ പൊതുമനസ്സ് ഒരുപക്ഷെ വേറൊരു കാര്യത്തിൽ ചിന്തിച്ചേക്കാം. ഇനി ഇദ്ദേഹം തന്നെയാണ് ഞാൻ ജന്മഭൂമിയിലെ എഡിറ്ററായിരുന്ന അല്ലെങ്കിൽ പത്രാധിപരായിരുന്ന ഹരിയസ് കർത്താവിനെ രാജ്ഭവനിൽ നിയമിക്കണം എന്ന ശുപാർശ ഇദ്ദേഹം കൊടുത്തു. മുഖ്യമന്ത്രി ഒരു തടസ്സവുമില്ലാതെ ഈ കാര്യം അനുവദിച്ചു. എന്ന് പറഞ്ഞാൽ ഇവര് ഈ യഥാഹി ധർമ്മസ്യ, ഇപ്പം മുഖ്യമന്ത്രിക്ക് പ്രശ്നമുണ്ടായാൽ ഗവർണർ അപ്പോഴേ ഒരു ഇഷ്യൂ മാറ്റുകയാണ്. ഗവർണർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും മുഖ്യമന്ത്രി അത് പുതിയൊരു ഇഷ്യൂ ആയിട്ട് ഇവർ രണ്ടുപേരും നടത്തുന്ന ഈ ഭായി കളി ഇതൊന്ന് അവസാനിപ്പിക്കണം. ഇത് കേരളത്തിൽ ഒട്ടും ഭൂഷണമായിട്ടുള്ള ഒരു ചർച്ചയേ അല്ല. ഗവർണറുടെ പാട്ടിന് വിടണം ഇടതുപക്ഷം. മുഖ്യമന്ത്രിയെ പോലെ ഒരാള് ഈ കാര്യത്തിൽ SFI പോലുള്ള ഈ സംഘടനയെ, ഈ കുട്ടിക്കൊരന്മാരെ ചുടിചോറ് വാരിച്ച് അവര് ഏതെങ്കിലും രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഒരു കാരണവശാലും മുഖ്യമന്ത്രി അതിന് കൂട്ടുനിൽക്കരുത്. ഇവിടെ ഗവർണർ ഉയർത്തിയിരിക്കുന്ന ഒരു ആരോപണം എന്താ? ഈ കാര്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അറിവോടുകൂടിയാണ് എന്നുള്ളതാണ്. ഞങ്ങൾ ചോദിക്കുന്നു, ഇപ്പോ ഗവർണർക്കെതിരെ നിങ്ങൾക്ക് കരിങ്കൊടി ഉയർത്തണം, കരിങ്കൊടി കാണിക്കണം. പക്ഷെ ഗവർണർ അവിടെ കാലിക്കട്ട് യൂണിവേഴ്സിറ്റി തെന്നിപ്പാലത്തുള്ളപ്പോ അവിടെ ഞങ്ങൾ ഒരു ആക്രമണ സമരവുമായിട്ട് ഇവർ പോകുന്നു എന്ന് പറയുമ്പോൾ അത് നിശ്ചയമായിട്ടും ഒരു ഭരണഘടനാ സ്ഥാപനത്തോട്, അതെന്നാൽ ഗവർണർ എന്നുള്ള പദവിയല്ല, ഒരു ഭരണഘടനാ സ്ഥാപനത്തെ പോലും ഞങ്ങൾ അങ്ങ് വെല്ലുവിളിക്കുന്നു എന്നുള്ള നിലയിലാണ്. അങ്ങനെ വെല്ലുവിളിക്കാൻ തക്ക ഒരു കാരണവും അല്ലെങ്കിൽ ഒരു സമരത്തിന്റെ ആധാരമായിട്ടുള്ള ഒരു കാര്യവും ഇപ്പൊ കേരളത്തിലില്ല. അതുകൊണ്ട് SFIക്കാരൻ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ത് എന്ന് ചോദിച്ചാൽ, ഈ വൃത്തികെട്ട സമരത്തിൽ നിന്ന് SFIക്കാരൻ പിന്മാറണം. സെനറ്റിലേക്കുള്ള അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രതിനിധികളെ നിയമിച്ചത് അത് കോടതി അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർക്ക് എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആലോചിക്കുക, ഈ സെനറ്റിലേക്കൊക്കെ ഇപ്പൊ ബാബുജൻ എന്ന് പറയുന്ന ആലപ്പുഴയിൽ നിന്നുള്ള CPMന്റെ ഒരു നേതാവ് എന്ത് അക്കാദമിക് ക്വാളിഫിക്കേഷന്റെ പേരിലാണ് ഈ CPMകാര് ഈ സിൻഡിക്കേറ്റിലേക്ക് നാളിതുവരെ നിയമിച്ചിരിക്കുന്ന ആളുകളുടെ പട്ടിക ഒന്ന് പുറത്തുവിടട്ടെ, എന്നിട്ട് പറയട്ടെ ഇവർക്കുള്ള യോഗ്യത എന്താണ്. അവർക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും ഇവരൊക്കെ ചെയ്യുന്നത് ഇത് തന്നെയാണ്. അപ്പോ ഇവിടെ കോടതി അത് തടഞ്ഞതിന് ശേഷം അനാവശ്യമായ സമരരംഗത്തേക്ക് വരുന്നു. ആ സമരമാണ്
ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യം അല്ലാതായിട്ടുള്ളത്. ഇനി ഗവർണർ മിഠായി തെരുവിൽ നടന്നു, ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ മനോഗുണം പോലെ അദ്ദേഹം നടക്കട്ടെ, നടക്കാതിരിക്കട്ടെ. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യത്തെ ഞാൻ ഏതായാലും അതിനെ ഒന്ന് ഖണ്ഡിക്കാൻ ആഗ്രഹിക്കുക. മുഖ്യമന്ത്രി പറഞ്ഞത് കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമായതുകൊണ്ട് അദ്ദേഹത്തിന് മുട്ടായി തെരുവിലൂടെ ഒരു തടസ്സവും കൂടാതെ നടക്കാൻ കഴിഞ്ഞു. ഞാൻ ആ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമാണെങ്കിൽ അങ്ങ് എന്തിനാണ് ഈ 42 വാഹനം, അതിൽ എന്താ പറഞ്ഞ ആംബുലൻസ് മുതൽ കമാൻഡോസ് മുതൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, പിന്നെ സഫാരി സ്യൂട്ട് ധരിച്ച് 4 അടി നീളമുള്ള വടിയും 6 അടി നീളമുള്ള വടിയുമായിട്ട് നടക്കുന്ന, പിന്നെ 6 അടി 3 ഇഞ്ച് 6 അടി 5 ഇഞ്ച് ഉയരമുള്ള നവകേരള സദസ് എന്ന പച്ച ബനിയനും കാക്കി ട്രൗസറും ഇട്ട് നടക്കുന്ന ഡിവൈഎഫ്ഐക്കാർ എന്തിനു വേണ്ടി അങ്ങ് ഇവരെയൊക്കെ അങ്ങയുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടു നടക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ ക്രമസമാധാന നില മിഠായി തെരുവിലെ പോലെ അത് ഭദ്രമാണ് എങ്കിൽ എന്തിനു വേണ്ടിയാണ് മുഖ്യമന്ത്രി 42 വണ്ടി ആളുകളെയുമായിട്ട് നടക്കുന്നത്? അപ്പൊ കേരളത്തിന്റെ ക്രമസമാധാന നില ഭദ്രമല്ല എന്ന് അറിയാവുന്ന ആദ്യത്തെ ആള് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി ആദ്യം ഈ നാടകങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിക്കുക. മുഖ്യമന്ത്രി നാടകം അവസാനിപ്പിച്ചാൽ ഒരു സംശയവും വേണ്ട, SFIക്കാരൻ ഈ നാടകം അവസാനിപ്പിക്കും. SFIക്കാരൻ നാടകം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ SFIക്കാരൻ ഇപ്പൊ എന്തിനു വേണ്ടി യഥാർത്ഥത്തിൽ സമരം ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ SFIക്കാരൻ 65 സർക്കാർ കോളേജിൽ പ്രിൻസിപ്പൽമാരില്ല. പ്രിൻസിപ്പൽമാരില്ലാതെ 65 സർക്കാർ കോളേജ്, എവിടെയെങ്കിലും SFIക്കാരന്റെ ഒരു സമരം കണ്ടോ? 9 സർവകലാശാലയിൽ വൈസ് ചാൻസലർമാരില്ല. ആ കാര്യത്തിന് SFI എവിടെയെങ്കിലും ഒരു സമരം നടത്തിയതായിട്ട് നമ്മൾ കണ്ടോ? പിന്നെ എന്തിനു വേണ്ടിയാണ് ഇവർ ഈ സമരം നടത്തുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇപ്പൊ തകർന്ന് തരിപ്പണമായി. കഴിഞ്ഞ ദിവസം ശശി തരൂരിനെ പോലുള്ള ആളുകൾ പറഞ്ഞത്, അടുത്ത 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ നിന്ന് 10 ലക്ഷം വിദ്യാർത്ഥികൾ അവര് ഇതര രാജ്യങ്ങളിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും പോകാൻ, കാരണം ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. ഞാൻ മുമ്പൊരു ചർച്ചയിൽ പറഞ്ഞപ്പോഴും പറഞ്ഞതാണ്, കേരളത്തിലെ പ്രമുഖമായ കോളേജുകളിൽ ഡിഗ്രിക്കും പോസ്റ്റ് ഗ്രാജുവേഷനും 40% സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ എന്താ വിദ്യാർത്ഥികൾ ഇല്ലാത്തത് കൊണ്ടാണോ? അവർക്ക് ഇവിടെ പഠിക്കാൻ പറ്റത്തില്ല. കാരണം SFI പോലുള്ള ഒരു സംഘടന കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ പിടിമുറുക്കിക്കൊണ്ട് അവിടെ നടക്കുന്നത് കലാലയങ്ങളല്ല കലാപാലയങ്ങളായിട്ട് അതിനെ മാറ്റിയിരിക്കുകയാണ്. അതിൽ നിന്ന് SFIക്ക് പിന്മാറാനുള്ള ഒരു സമയമാണ്. ആ സമയം SFI പിന്മാറുന്നില്ല എങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ അവരെ പുറന്തള്ളുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് SFI ആദ്യം ഈ സമരത്തിൽ നിന്ന് മാറണം. അപ്പോൾ ഗവർണറും സ്വാഭാവികമായിട്ട് മാറും. കേരളത്തിലെ ഈ അന്തരീക്ഷം അത് ശാന്തമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് വി വേണുവിനോടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. വി വേണു പറയും, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ടാണ്. കേന്ദ്രം റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുന്നു, ചീഫ് സെക്രട്ടറി കൊടുക്കും. വേണമെങ്കിൽ ഇപ്പൊ വെള്ളാപ്പള്ളി നടേശന് പോലും കേന്ദ്രസേനയിലെ 2 ആളുകൾ തോക്കുമായിട്ട് നടക്കുന്ന, വേണമെങ്കിൽ ഗവർണറുടെ ചുറ്റും 2, 3, 4, 5 കേന്ദ്രസേനയുടെ ആളുകൾ വരില്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഒരു സംസ്ഥാനത്തിന് ഇറ്റ് ഈസ് ബൗണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ ഡ്യൂട്ടിയാണ് ഗവർണർക്ക്, അതായത് മുഖ്യമന്ത്രിക്കും മുകളിലുള്ള ഭരണഘടനാ സ്ഥാപനമായ അതിന്റെ ഉടമയായ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ തലവനായ ഗവർണർക്ക് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അത് സംസ്ഥാന ഗവൺമെന്റ് നിർവഹിക്കും എന്നുള്ള ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആളുകൾ കാണുന്നത് ആ കാര്യത്തിൽ. ശ്രീ ഹരിദാസും സംവാദത്തിനെത്തിയിട്ടുണ്ട്. ഹരിദാസ്, ഞാൻ വരാം താങ്കളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.